നമസ്കാരം. എനിക്ക് മാപ്പ് കൊടുക്കാനാകും, പക്ഷെ മറക്കാനാവില്ല. ഇത് പലരും പറയുന്നത് കേൾക്കാം. നിസ്സാര കാര്യങ്ങളെ ഓർത്ത് പകയും വിദ്വേഷവും ഉള്ളിൽ സൂക്ഷിക്കുന്നവർ ഉള്ളിലെ വെളിച്ചത്തെ കെടുത്തുകയാണ് ചെയ്യുന്നത്. മറക്കാനും പൊറുക്കാനും മടിക്കുന്നവർ എന്നെങ്കിലും തുറക്കേണ്ടി വരുന്ന വാതിലുകൾ അടച്ചിടുകയാണ് ചെയ്യുന്നത്. പകയും വിദ്വേഷവും ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ അനുദിന ജീവിതത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. ബാല്യകാല സുഹൃത്തുക്കളായിരുന്ന ജിമ്മും ജെറിയും ഒരിക്കൽ പിണങ്ങുവാനിടയായി. 25 വർഷത്തോളം അവർ സംസാരിച്ചില്ല. ഒടുവിൽ രോഗബാധിതനായി മരണശയ്യയിൽ കിടക്കുകയായിരുന്ന ജെറി മനസ്സിന്റെ ഭാരം കുറയ്ക്കുവാനായി ജിമ്മിനോട് മാപ്പ് ചോദിച്ചു. ആശുപത്രിയിൽ 2 മണിക്കൂറോളം അവർ ഒന്നിച്ചിരുന്ന് പഴയ കാര്യങ്ങൾ സംസാരിച്ചു. അല്പനേരത്തേക്ക് അവർ ശത്രുത മറക്കുകയും ചെയ്തു. പക്ഷെ ജിം പോകാൻ തിരിഞ്ഞപ്പോൾ ജെറി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: എന്റെ അസുഖം ഭേദമാകുകയാണെങ്കിൽ ഈ മാപ്പ് ചോദിക്കലിനും പരസ്പര ധാരണയ്ക്കും ഇവിടെ പ്രസക്തിയില്ല കേട്ടോ. ക്ഷണികമായ ജീവിതത്തിൽ പകയും വിദ്വേഷവും അർത്ഥശൂന്യമായ വികാരങ്ങളാണ്. പക ഉള്ളിൽ സൂക്ഷിച്ചിട്ട് നാം എത്ര സന്തോഷിക്കുവാൻ ശ്രമിച്ചാലും അതിന്റെ പൂർണ്ണതയിലെത്തുകയില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള പിണക്കങ്ങൾ, പക, ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ളൊരു ജീവിതയാത്രയാകട്ടെ നമ്മുടെ യാത്ര. ഇല്ലെങ്കിൽ ആ യാത്രയ്ക്ക് നമ്മുടെ തോളിൽ വലിയ ഭാരമുണ്ടാകും. ഭാരമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള യാത്ര, ആ യാത്രയാണ് ഈ സൗന്ദര്യത്തെ കാണുവാനായിട്ട് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതയാത്രയിൽ പകയോ പിണക്കമോ വേണ്ട. നാം പിണങ്ങി നിൽക്കുന്ന, നമുക്കുള്ളിൽ പകയുള്ള ഒരാളോടെങ്കിലും ഈ ദിവസം തുറന്ന് സംസാരിക്കുവാനും അതിലൂടെ ആ പിണക്കം മാറ്റുവാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ സുന്ദരമായ ദിനമായിരിക്കും ഇത്. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങുവാൻ സാധിക്കില്ലേ? അതെ, ഈ ദിനം ഉള്ളിൽ ചെറിയ പിണക്കം പോലുമുള്ളവരുടെ പിണക്കം മാറ്റുവാനുള്ള ദിനമാകട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. നേരുന്നു. ശുഭദിനം.